അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കടം എന്നുള്ള ഒരു വിഷയമാണ്. കടം വാങ്ങാത്ത ആളുകൾ വളരെ പരിമിതമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കടം വാങ്ങാത്ത ആളുകൾ ഉണ്ടായിരിക്കണമെന്നില്ല. എന്നാൽ കടം എന്നുള്ളത് ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, കടം വാങ്ങുന്നതിനെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തുക, എന്നാൽ കടം കൊടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക. അത് വളരെ ശ്രദ്ധേയമായ അഭിപ്രായമാണ്. കാരണം പ്രയാസപ്പെടുന്ന മനുഷ്യരുണ്ടാകുമ്പോൾ അവർക്ക് വേറൊരു വകയുമില്ലാത്ത ആ സാഹചര്യത്തിൽ കടം വാങ്ങിക്കുക എന്നുള്ളതല്ലാത്ത മറ്റൊരു മാർഗമില്ലാത്ത സാഹചര്യമാകുമ്പോൾ കടം വാങ്ങിക്കാൻ വരുന്ന വ്യക്തിക്ക്, കടം കൊടുക്കേണ്ടുന്ന ഒരാൾ സംബന്ധിച്ചിടത്തോളം അത് വളരെ പുണ്യമുള്ള, ചില സന്ദർഭത്തിൽ സ്വതക്കയേക്കാൾ പുണ്യമുള്ള ഒരു കാര്യമായിട്ട് കടം കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചില സാഹചര്യങ്ങൾ അത് സ്വതക്കയേക്കാൾ പുണ്യമുള്ളൊരു കാര്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കടം കൊടുക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കുകയും അതേസമയം കടം വാങ്ങിക്കാൻ പോകുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തതായിട്ടും ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. നിങ്ങളങ്ങനെ കടം വാങ്ങിക്കുന്നത് നിയന്ത്രിക്കേണ്ടതുണ്ട്. അത് നിങ്ങളുടെ രണ്ട് ജീവിതത്തിലും പ്രയാസങ്ങൾ കടന്നു വന്നേക്കാം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു വ്യക്തി വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ യുദ്ധം ചെയ്ത് ധീരനായ ഒരു രക്തസാക്ഷിയായി കഴിഞ്ഞാൽ എനിക്ക് സ്വർഗം ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും സ്വർഗം ലഭിക്കും. അങ്ങനെ സന്തോഷത്തോടു കൂടി അദ്ദേഹം മടങ്ങിപ്പോവുകയാണ്. മടങ്ങിപ്പോകുമ്പോൾ കുറച്ചങ്ങോട്ടെത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇല്ല ദൈൻ, കടമുള്ള ആളൊഴികെ ബാക്കി എല്ലാവരും അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളോട് പറഞ്ഞതിന് ശേഷം താങ്കൾ തിരിച്ചു പോകുമ്പോഴാണ് എൻ്റെ അടുത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പറഞ്ഞത്. അതാണ് ഞാൻ അങ്ങനെ താങ്കളോട് പറയാനുള്ള കാരണമെന്നുള്ളത്. അപ്പോൾ വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മരണപ്പെട്ട് കഴിഞ്ഞാൽ പൊതുവെ പള്ളിയിൽ മയ്യത്ത് നമസ്കരിക്കുന്നതിന് മുമ്പ് അതിന് വേണ്ടപ്പെട്ടവർ പറയാറുണ്ട്, കടം ഉണ്ടെങ്കിൽ അത് ആരൊക്കെയാണെങ്കിൽ അതിന് വേണ്ടപ്പെട്ടവരുമായി സമീപിക്കുക എന്ന് പറഞ്ഞതിന് ശേഷമാണ് മയ്യത്ത് നമസ്കരിക്കാറുള്ളത്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരുടെയും മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ ആദ്യം ചോദിക്കുക അദ്ദേഹത്തിന് കടമുണ്ടോ എന്നുള്ളത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കടത്തോടുകൂടി മരണപ്പെടുക എന്നുള്ളത്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതേസമയം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിത്യജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ കടം വാങ്ങിച്ചെന്ന് വരാം. ഈ കടത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടേണ്ടതുണ്ട്. അതിന് പരിഹാരം കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കടം വീടുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. കടം വാങ്ങിക്കുമ്പോൾ തന്നെ അത് തിരിച്ചു കൊടുക്കണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയാൽ തന്നെ അങ്ങനെ ഒരു നിയ്യത്തോടു കൂടി നമ്മൾ കടം വാങ്ങേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അത് വീട്ടുവാനുള്ള വഴികൾ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മക്ഫിനി ബിഹലാലിക അൻ ഹറാമിക്. അള്ളാഹുവെ, നീ നിഷിദ്ധമാക്കിയതിന് പകരം നീ അനുവദിച്ചതുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റണമേ. വ അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാഖ്. നിൻ്റെ ഔദാര്യം കൊണ്ട് മറ്റുള്ളവരിൽ നിന്നും എന്നെ ധന്യമാക്കണമേ. ആ പ്രാർത്ഥന നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാവുക, നിരന്തരമായി പ്രാർത്ഥിക്കുക. അതോടൊപ്പം നമ്മൾ കടത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴികളും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിലെടുത്ത ഒരു വിഷയത്തെക്കുറിച്ച്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഏറ്റവും വലിയ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ആയത്തുദ്ദൈൻ എന്നാണ്. കടത്തെ സംബന്ധിച്ചുള്ള ആയത്താണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനോടാണ് നമ്മൾ ആ പ്രയാസം ആദ്യമായി പങ്കുവെക്കേണ്ടത്. നമ്മുടെ പ്രയാസങ്ങൾ തീർക്കാനുള്ള കഴിവും യോഗ്യതയും പവറും ഒക്കെ അള്ളാൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ സാധാരണഗതിയിൽ നമ്മുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ വേണ്ടപ്പെട്ടവരോടൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ആ പറയുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിനും ഒരു പരിഹാരം കിടക്കുന്നത് അള്ളാഹിൻ്റെ അടുത്താണ്. അപ്പോൾ ആ അള്ളാഹിൻ്റെ അടുത്താണ് ഞാൻ പറയേണ്ടത്. ആ അള്ളാഹുവിൻ്റെ അടുത്താണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്. എൻ്റെ പ്രയാസങ്ങൾ ആദ്യമായി ഞാൻ പങ്കുവെക്കേണ്ടത് അള്ളാഹുവിനോടാണ് എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ ജീവിതത്തെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും അള്ളാഹു അതിനൊരു പരിഹാരം തുറന്നു തരും. തീർച്ചയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവിന് വിപരീതമായി മസ്ജിദ് നബവിയിൽ ഒരാളെ കാണുകയാണ്. നിരന്തരമായി പള്ളിയിൽ എപ്പോഴും നമസ്കാര വേളകളല്ലാത്ത സമയത്തും കണ്ടപ്പോൾ കാര്യം തിരക്കി എന്താണ് വിഷയമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ പ്രയാസത്തിലാണ്, കടബാധിതനാണ്, അത് തീരുവാൻ വേണ്ടിയിട്ട് പടച്ചവനോട് തേടുകയാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ വിഷയത്തിൽ കടമുണ്ടയിച്ചിട്ട് പ്രാർത്ഥനയിൽ മാത്രം മുഴുകിയിരിക്കുക എന്നുള്ളതല്ല, എന്നാൽ നമ്മുടെ ചില പ്രാർത്ഥനകൾ മൂലം അള്ളാഹു
നമ്മുടെ കടത്തെ നീക്കിത്തരുവാൻ സംവിധാനങ്ങൾ ഒരുക്കി തരുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൻതുമുൽ ഫുഖറ, നിങ്ങൾ അള്ളാഹിൻ്റെ മുന്നിൽ നിങ്ങൾ എന്താണ്, ഫക്കീറുകളാണ്. അള്ളാഹാണ് ഗനി, അള്ളാഹാണ് സമ്പന്നൻ. ഈ സമ്പത്ത് മുഴുവൻ, ഈ ദുനിയാവിലെ സമ്പത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് ആർക്ക് കൊടുക്കണം കൊടുക്കണ്ട എന്നൊക്കെ. ഇത് നമ്മളെ ഇഷ്ടപ്രകാരമല്ല നമ്മളിൽ ഈ സമ്പത്ത് വന്നതും പോയതുമൊക്കെ. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. തീർച്ചയായും നമ്മുടെ കടം അള്ളാഹു പരിഹരിച്ചു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏവരുടെയും കടത്തെ നീക്കി ആശ്വാസവും സമാധാനവുമുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.